പ്ലസ് ടു പാസ്സായിട്ട് മതി നിന്റെ എല്ലാം കല്യാണം. എല്ലാവർക്കും നമസ്കാരം. കഥയറിയാത്തൊരു ജീവിതം എന്ന പ്രോഗ്രാമിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നിയമനിർദ്ദേശം നൽകാനായി ഇവിടെ എത്തിയിരിക്കുന്നത് ആനകുന്നം ഹോസ്പിറ്റലിലെ തുണ്ടെഴുത്തുകാരിയായ മൃണാളിനി മേഡമാണ്. മേഡത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഹിസ്റ്ററി പീരീഡിൽ സാറിന്റെ ഹിസ്റ്ററിയെ പറ്റി ചോദിച്ചെന്ന പേരിൽ ക്ലാസ്സിന് പുറത്താക്കി അവിടെ നിന്ന് മൂന്നാറിലേക്ക് പോയ രണ്ട് യുവ പൂക്കികളെയാണ് നമുക്ക് ഇന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത്. നിങ്ങൾ എന്ത് പരിപാടി നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ പ്രായത്തിൽ നിങ്ങൾ മൂന്നാർ വരെ പോവാന്ന് വെച്ച് നിങ്ങൾ എങ്ങനെ മൂന്നാർ എത്തിപ്പെട്ടു? നിങ്ങൾ വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ക്ലാസ് നിന്ന് എന്നെ പുറത്താക്കിയ ശേഷം ഞാൻ വെളിയിൽ നിന്നപ്പോൾ ഇവിടെ 10Fന്റെ ഫ്രണ്ട് ഇരിക്കുന്നില്ലേ. അപ്പം ഞാൻ അവളെയും കൊണ്ട് നേരെ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലാണ് പോയത്. അവിടെ നോക്കിയപ്പോൾ മൂന്നാർ ബസ് കിടന്നു. നമ്മളതിൽ കയറി പോയിട്ട് വൈകിട്ട് വരാൻ നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഞാൻ അറിഞ്ഞ മൂന്നാർ എത്ര ദൂരം ഉണ്ടെന്ന്. ആ ഇത് കേസാക്കേണ്ട കാര്യം എന്താ? നമ്മുടെ പ്രായപൂർത്തിയായില്ലെന്നേ ഉള്ളൂ. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നീയൊക്കെ മൊട്ടാടെ തോട് വിളിക്കാൻ പഠിച്ചാടാ. മേഡം മേഡം കൂൾ മേഡം കൂൾ. എനിക്ക് മക്കളുള്ളൂ, ഇതിനെല്ലാം കണ്ടല്ലേ പഠിക്കുന്ന. ഓ യെസ് 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 യെസ്. എന്റെ പൊന്ന് പ്രജീഷ്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കൂ പ്രജീഷ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു +2 വിദ്യാർത്ഥിയാണ്. എനിക്ക് +2 മലയാളം ഒഴിച്ച് ബാക്കി ഒരു വിഷയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പൊന്നു മാമി നമ്മളെ കല്യാണം നടത്തി തന്നേ പറ്റുള്ളൂ. മാമിയല്ല പ്രജീഷ്. നോ 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 മാമി നോ. മാമി ആയാലും ആരായാലും എനിക്ക് ആ കാര്യം പറയണ്ട. നമ്മളെ കല്യാണം നടത്തില്ലെങ്കിൽ നമ്മളെ വില്ലേജ് ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യും. ഓ പ്രജീഷ്, നിങ്ങൾക്ക് വല്ലാത്ത കഴപ്പ് തന്നെ കിട്ടും പ്രജീഷ്. മേഡം, നമുക്കിപ്പോൾ ഇതിന് എന്ത് തീരുമാനം എടുക്കാൻ പറ്റുക? എൻ്റെ തീരുമാനം ആർട്ടിക്കിൾ 2003 പ്രകാരം നീയൊക്കെ +2 പാസ്സായിട്ട് മതി നിന്റെ എല്ലാം കല്യാണം.